ഇന്നത്തെ വിധിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഇലക്ടറൽ പ്രോസസ്സിൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഒരു സംഗതി, അതായത് സുതാര്യത, അത് നിശേഷം ഇല്ലാതാക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത്. 2017 ഇത് കൊണ്ടുവരുമ്പോൾ അന്ന് ഇലക്ട്രൽ ബോണ്ട്സ് കോൺസിക്വൻഷ്യലായിട്ട് പല നിയമങ്ങളിലും മാറ്റം വരുത്തി. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ 29 വകുപ്പിൽ മാറ്റം വരുത്തി. ഇൻകം ടാക്സ് ആക്റ്റിൽ മാറ്റം വരുത്തി. പിന്നീട് കമ്പനി ലോയിൽ മാറ്റം വരുത്തി. ഇതിലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സ്കീം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്ക് പൈസ കിട്ടുന്ന ആരും അറിയരുത് എത്ര കൊടുത്തു എന്നുള്ളത്. അന്ന് അവർ പറഞ്ഞത് ഈ കോർപ്പറേറ്റ് ഹൗസസ് പൈസ കൊടുക്കുമ്പോൾ, ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്കാണല്ലോ കൂടുതൽ പൈസ കൊടുക്കുന്നത്, പക്ഷേ കുറച്ച് പൈസ കൊടുക്കുന്ന പാർട്ടിക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്കെതിരായിട്ട് തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അപ്പം ആ പ്രശ്നമില്ല. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ കോർപ്പറേറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവർ ധാരാളം പൈസ കൊടുത്തുള്ളൂ, അപ്പോൾ ആരും അറിയത്തുമില്ല. പിന്നെ റൂളിംഗ് പാർട്ടിയുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയാകും, അത് ഒബ്വിയസ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഈ സ്കീം. അപ്പോൾ അതിൽ പൈസ ഇത് വാങ്ങിക്കുന്ന ആൾ, ഈ ബോണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആളിൻ്റെ പേര് അതിനകത്ത് കാണില്ല, വാങ്ങിക്കുന്ന ആളിൻ്റെ പേര് കാണില്ല, ഇതൊന്നും കാണില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് മാത്രമാണ് ഇതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക്. പക്ഷേ സ്റ്റേറ്റ് ബാങ്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇൻഫർമേഷൻ കിട്ടും ഈ ആളുകളൊക്കെ ഈ മറ്റു പാർട്ടികൾക്ക് കൊടുക്കുന്നത് എത്രയാണെന്നൊക്കെ ഉള്ളത്. അതവർക്ക് കിട്ടും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാധാരണ ഇപ്പം മറ്റു പാർട്ടിക്കാർക്കും പൊതുജനങ്ങൾക്കും ഒന്നും ഇതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടാകത്തില്ല. ഇതായിരുന്നു അതിൻ്റെ ആ സ്കീമിൻ്റെ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻ്റായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. കാരണം ഇലക്ട്രൽ പ്രോസസ്സിൽ ജനങ്ങൾക്ക് ഒരു പാർട്ടിക്ക് ആര് കൊടുക്കുന്നു, എത്ര പൈസ കൊടുക്കുന്നു എന്നുള്ളത് അറിയാൻ അവർക്കതിനുള്ള അവകാശമുണ്ട്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്ന ആ വകുപ്പിൽ പെടുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അത് വേറെ പല വിധിന്യായങ്ങളിലും സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഒരു മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ ആൻറ്റിസിഡൻസ്, അയാൾക്ക് ക്രിമിനൽ കേസിൽ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ വിവരങ്ങളും, വിദ്യാഭ്യാസ യോഗ്യത, മറ്റു പല കാര്യങ്ങളും, ഇതൊക്കെ അറിയിച്ചിരിക്കണം എന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അതായത് നിയമമൊന്നുമില്ലായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത് അത് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന അതിൻ്റെ പരിധിപ്പെടുന്ന സംഗതിയാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അത് ജനങ്ങളുടെ ഒരു മൗലികമായ അവകാശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിനെയും കണക്കാക്കിയിരിക്കുന്നത്. ഒരു പാർട്ടിക്ക് എത്ര പൈസ ആളുകൾ ഈ കോർപ്പറേറ്റ് ഹൗസസൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തിലെ പൗരന്മാർക്കുണ്ട് ഭരണഘടന അനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിധിന്യായമാണ്. ഞാൻ ശ്രീ PDT ആചാരി, താങ്കളോട് തന്നെ ഒരു കാര്യം കൂടി സംസാരിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് വരാം. ഈ വിധിയുടെ വളരെ വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. അതുതന്നെയാണ് ചരിത്രപരമാണ്, ഒരു ഹിസ്റ്റോറിക് വേർഡിക്റ്റ് എന്ന നിലയിൽ തന്നെയാണ് രാഷ്ട്രീയമായും സാമൂഹ്യമായും വിലയിരുത്തുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നത് ഈ കമ്പനി നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതിയും അസാധുവാകുന്നുണ്ട്. ഈ ധനബില്ല് അവതരിപ്പിച്ച് അത് നിയമമാക്കി മാറ്റി അതിനനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് പ്രാവർത്തികമാക്കിയപ്പോൾ കൊണ്ടുവന്ന കമ്പനി നിയമത്തിലെ ഭേദഗതിയും അസാധുവാക്കി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഈ ഭരിക്കുന്ന പാർട്ടിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 2017 അരുൺ ജെയ്റ്റ്ലിയുടെ ഈ നീക്കം, മോദി സർക്കാരിൻ്റെ ഈ നീക്കം, അത് BJPക്ക് കൂടുതൽ പണാധിപത്യം നേടുന്നതിനുള്ള അവസരമായി അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 90% BJPയിലേക്കാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എത്തിയിട്ടുള്ളത് എന്ന അവസ്ഥ നിൽക്കെ ഈ വിധി, ഈ നിയമം
രാജ്യത്ത് നടപ്പാക്കി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയല്ലേ? ബി ജെ പിക്ക് രാഷ്ട്രീയമായ തിരിച്ചടി, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ശക്തമായൊരു തിരിച്ചടി എന്നുള്ളതല്ലേ? അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട്സ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്നോളം എത്ര പൈസ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ സകല കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ അത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും വേണം. അതിന് സമയം പറഞ്ഞിട്ടുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ മാർച്ച് 10 അങ്ങനെ കണ്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമയബന്ധിത പരിപാടി അനുസരിച്ച് ഇത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതൊരു ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ കമ്പനികൾ പണ്ട് ഈ 7.5% അവരുടെ പ്രോഫിറ്റിൻ്റെ ഈ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കാം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു ഇലക്ട്രൽ ബോണ്ട്സിൻ്റെ ഇത് വന്നതോടുകൂടി കമ്പനി ലോയിൽ മാറ്റം വരുത്തിയിട്ട് ആ ഒരു റെസ്ട്രിക്ഷൻ അങ്ങ് ആ ഒരു ക്യാപ്പ് അതങ്ങ് എടുത്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രോഫിറ്റും വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലാക്കി, എത്ര വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ. അപ്പോൾ അതും സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല സംഗതികളും അതിൻ്റെ കോൺസിക്വൻഷ്യലായിട്ടുള്ള നിയമ ഭേദഗതികൾ അതൊക്കെ അവർ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പം അങ്ങനെ ഒരു കോംപ്രിഹെൻസീവായ സമഗ്രമായ ഒരു സമീപനമാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നതെന്ന് പറയാം. ശരി.